കുമളിയിൽ നിന്നും കേരളത്തിലെ ആദ്യത്തെ കടുവാ സങ്കേതമായ തേക്കടി പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് പോകുന്ന പാതയാണിത്. ദിവസേന വിദേശികളും സ്വദേശികളുമായ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ഈ പാതയിലൂടെ കടന്നു പോകുന്നത്. ഈ പാതയിലെ ഇരുവശങ്ങളിലെയും കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഗ്രീൻ കുമളി ക്ലീൻ കുമളി എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിക്കുന്ന പഞ്ചായത്താണ് കുമളി ഗ്രാമപഞ്ചായത്ത്. അതേ കുമളി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന തേക്കടിയിലെ ഇത്രയധികം വിനോദസഞ്ചാരികൾ കടന്നു വരുന്ന തേക്കടിയുടെ അവസ്ഥയാണ് ഇതാ ഈ കാണുന്നത്. ഇവിടെ ഇല്ലാത്തതായിട്ട് ഒരു വേസ്റ്റ് പോലുമില്ല. പ്ലാസ്റ്റിക് കുപ്പികൾ, മദ്യക്കുപ്പികൾ, ഹോട്ടൽ വേസ്റ്റ്, അങ്ങനെ ഒട്ടുമിക്ക വേസ്റ്റും ഈ തോടിലൂടെ ഒഴുകുന്നുണ്ട്. ഗ്രീൻ കുമളി എന്ന കെട്ടുദോഷിച്ചടക്കപ്പെടുന്ന പഞ്ചായത്ത് ഭരണസമിതി ഇതിനുവേണ്ടി യാതൊരുവിധ കാര്യങ്ങൾ ചെയ്യുന്നില്ല വസ്തുതയാണ്. ഇതിൻ്റെ എൻട്രൻസ് ആയ കുമളി ടൗണിൽ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായിട്ട് മലിനീകരണം കെട്ടിക്കിടക്കുകയായിരുന്നു. കാരണം ഈ പ്ലാസ്റ്റിക്കും മറ്റുള്ള വേസ്റ്റ് മാലിന്യങ്ങളും വന്ന് അടിയുന്നത് ക്ലീൻ ചെയ്യാൻ വേണ്ടി യാതൊരു നടപടിയും പഞ്ചായത്ത് സ്വീകരിക്കുന്നില്ല. അതൊരു പ്രധാന ഘടകം തന്നെയാണ്. എനിക്ക് പിന്നിൽ ഈ കാണുന്ന കലുങ്കിൻ്റെ മറുഭാഗം എന്ന് പറയുന്നത് വനമേഖല തുടങ്ങുന്ന ഭാഗമാണ്. അവിടേക്ക് ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകളും മറ്റും ചെന്ന് ചേരാതിരിക്കാൻ വനം വകുപ്പ് ഇവിടെ ഒരു ഗ്രില്ല് സ്ഥാപിച്ച് ഇവിടെ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ തന്നെ തടഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഈ മാലിന്യം അടിഞ്ഞ വെള്ളമാണ് ഈ വനമേഖലയിലേക്ക് ഒഴുകിയെത്തുന്നതും അതുപോലെ തന്നെ മുല്ലപ്പെരിയാറിലേക്ക് ചെന്നു ചേരുന്നതും. 2020 മുതൽ 2025 കാലഘട്ടം വരെയുള്ള ഈ ഭരണസമിതിയുടെ സമയത്ത് മാലിന്യ സംസ്കരണ രംഗത്ത് കാതലായ രീതിയിൽ ശ്രദ്ധിക്കുവാൻ കഴിയാത്ത രീതിയിലാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇത്തരത്തിലുള്ള അവസ്ഥ കാണുന്നു. ഇവിടെ നമ്മുടെ ഈ അഴുക്കുചാലുകളിൽ നിന്നുമൊക്കെയുള്ള വേസ്റ്റ് മാലിന്യങ്ങൾ ഈ ചാലിലൂടെ കടത്തിവിട്ട് ഇങ്ങോട്ട് കടന്നു വരുന്ന സമീപനം വരുന്നു. തോടും അതുപോലെ തന്നെ കൈത്തോടുകളും ഒക്കെ വൃത്തിയാക്കുന്നതിൽ ക്ലീൻ കുമളി ഗ്രീൻ കുമളി എന്ന് പറയുന്ന സൊസൈറ്റി, കുമളി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള സൊസൈറ്റി വളരെയധികം പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇതിലും ദുഷ്കരമായിട്ടുള്ള ഒരവസ്ഥയാണ് മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് കടന്നു എന്നുള്ള അവസ്ഥ. അവിടെ മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുന്നു. മൂക്ക് പൊത്തിക്കൊണ്ടല്ലാതെ അങ്ങോട്ട് കടന്നു പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത്. കൃത്യമായ മാലിന്യ സംസ്കരണം നടക്കാത്തതിൽ വ്യക്തമായ വീഴ്ച പഞ്ചായത്തിന് സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതുമാത്രമാണോ കാരണം? ഒരിക്കലുമല്ല. പലപ്പോഴും മാലിന്യങ്ങൾ വഴിവക്കിൽ ഉപേക്ഷിക്കുന്ന ശീലമുള്ളവരാണ് നമ്മളിൽ പലരും. ആ ശീലവും മാറ്റേണ്ടത് അനിവാര്യമാണ്. പവിക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കുമളി.